ഇഷ്ടപ്പെട്ടോ ബ്രോ? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ടോവിനോ ഫൈറ്റ് ഒക്കെ കൊള്ളാം. ഇന്റർവെല് കഴിഞ്ഞിട്ട് വിജയവും കൊള്ളാം. പക്ഷെ പഞ്ച് കിട്ടിയില്ല. കഥയൊക്കെ ഒരുപാട് വന്ന പോലത്തെ കഥ തന്നെ. രോമാഞ്ചം എന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിട്ട് എബോ ആവറേജ് പോയി. ക്യാമിയോ മുതൽ പടം ഹൈ എന്ന് വെച്ചാൽ പൂരത്തിരിപ്പിനാണ് തൂക്ക് പടം. ഈ ആക്ഷൻ ഇഷ്ടപ്പെട്ടോ? മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? മാസമാണോ? ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ടോവിനോ വരുന്നതിന് മുന്നേ കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എത്ര ഫാമിലിയായിട്ട് കാണാൻ പറ്റുമോ? സ്റ്റോറി ചൂസൺ മൺ പരിപാടി തന്നെയാണ്. മറ്റേ നമ്മുടെ വിയറ്റ്നാം കോളനി അവതാർ റെട്രോ ഒക്കെ പോലെ സെറ്റപ്പാണ്. കുഴപ്പമില്ല. ഞാൻ ഈ സിനിമയിൽ നായികയുടെ അനിയത്തിയായിട്ട് റോസി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. എനിക്ക് സന്തോഷം വന്നു എല്ലാം കണ്ടപ്പോൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷിച്ചു, പക്ഷേ അഭിനയിച്ചു വന്നപ്പോൾ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. പള്ളിച്ചട്ടമ്പി വളരെ നല്ല ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് എൻ്റെ ടോവിനോ ഒരു വേഷമാണ്. ഒപ്പം തന്നെ പൃഥ്വിരാജിനെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വളരെ നല്ലതാണ്. പിന്നെ ഞാനതിനകത്ത് കേളു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അത് ടോവിനോ ആ ക്യാരക്ടറിൻ്റെ വളർത്തച്ഛൻ എന്ന രീതിയിലാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ബിജെപി സാറായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത്. പിന്നെ ആളുകൾ വലിയൊരു ക്രൂ അതിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്നു. അതിൻ്റെ കാസ്റ്റിംഗ് ആണെങ്കിൽ 2-3 ദിവസം കൊണ്ട് നമ്മൾ അതിനകത്തൊരു കാസ്റ്റിംഗ് റിഹേഴ്സലും പ്രാക്ടീസും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ആ പടം കാസ്റ്റ് വന്നിട്ടുള്ളത്. വളരെ വലിയൊരു 1.5 വർഷം കൊണ്ടാണ് ആ പടം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. പഴയ കാലഘട്ടമാണ്. പഴയ കാലഘട്ടത്തിൽ കുറേ അധികം ആളുകളും അവരുടെ കുറേ കോമ്പിനേഷനും എന്റേത് പഴയ കാലഘട്ടത്തിലാണ്. അതായത് ടോവിനോന്റെ എന്റെ ഒരു വന്നിട്ടുള്ളത്. അപ്പൊ ഈ ടോവിനോന്റെ അച്ഛൻ അമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ കുട്ടിയെ ടി.ജി. സാറ് അതിനകത്തൊരു പതിലച്ഛനായിട്ടാണ് ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കിട്ടുകയും ഒരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആ കുട്ടിയെ കിട്ടുകയും ആ കുട്ടിയെ വളർത്തിയെടുക്കുന്ന വളർത്തച്ഛനായിട്ടാണ് കേളു എന്ന ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് കേളു ഒരു തെയ്യക്കാരനാണ്. വാലിത്തെയ്യം എന്ന് പറയുന്ന ഒരു തെയ്യം ചെയ്യുന്ന ഒരു വേഷക്കാരനാണ്. വാലിത്തെയ്യം സാധാരണ പബ്ലിക്കിന് കാണാൻ പറ്റാത്ത ഒരു തെയ്യമാണ്. അത് കാടിനുള്ളിൽ മാത്രം അരങ്ങേറുന്ന ഒരു തെയ്യം ചെയ്യുന്ന ഒരു തെയ്യക്കാരനായിട്ടാണ് ഞാനതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. ആ തെയ്യം നമ്മൾ കെട്ടി ആടുന്നുണ്ടായിരുന്നു. ആ തെയ്യം അങ്ങനെ. അപ്പൊ അത്തരത്തിൽ വളരെ പുതിയ രാഷ്ട്രീയം ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു സിനിമ എന്ന രീതിയിൽ പള്ളിച്ചട്ടമ്പി പുതിയ ആളുകൾ കാണേണ്ടതും കണ്ടാൽ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു വലിയ സിനിമയാണ്. എല്ലാവരും കാണണം. നല്ല അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച്. ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പാർട്ടിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു പാർട്ടിയൊന്നും പറയുന്ന സംഭവം അതിനകത്ത് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സീക്വൻസുകളാണ് അതിനകത്തുള്ളത്. അത് ഏതാണ് എന്താണെന്നൊന്നും നമ്മളതിൽ വ്യക്തമായി പറയുന്നില്ല. പക്ഷെ കാണുന്ന ആളുകൾക്ക് അതിനെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അത് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഒന്നും അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കറിയാം. ഞാൻ ചെയ്തതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിലൂടെ പറഞ്ഞു പോകുന്ന ഓരോ കാലഘട്ടത്തിലൂടെ കടന്നു പോയിരുന്ന ചരിത്രപരമായ ചില കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന ആ ക്യാരക്ടർ തന്നെ ഒരു പള്ളിയിൽ ആ പള്ളി നടത്തിപ്പുകാരൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ആ ക്യാരക്ടർ വരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പുതിയ കാഴ്ച, പുതിയ ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ ടോവിനോ അദ്ദേഹം വളരെ നന്നായി അഭിനയിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള വളരെയധികം ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ അടങ്ങുന്ന ഒരു സംഘം എന്നുള്ള രീതിയിൽ കുറെ ആളുകളും അതിനപ്പുറത്തേക്കുള്ള 3-4 കാലഘട്ടത്തിലൂടെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതറിയില്ല, ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. ഇന്നിപ്പോ തുടക്ക ദിവസമല്ലേ,
അപ്പോൾ പടം വളരെ നല്ല രീതിയിലാണ് വിജയിച്ചാൽ സെക്കൻഡ് പാർട്ട് ചാൻസ് ഉണ്ട്. അയ്യോ, അത് പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ പൃഥ്വിരാജ് ആണെങ്കിലും വില്ലൻ ചെയ്തിരിക്കുന്നത് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ക്യാമ്പയിൻ തന്നെ ഒരു വലിയ ഒരു ഇന്നാണ്. അതായത് കാറി സ്വർണ്ണക്കനി ഉണ്ടാക്കുന്ന ഒരു ക്വാറിയാണ് അദ്ദേഹത്തിനുള്ളത്. അതിൽ തന്നെ അധികം കുറേയധികം ആളുകളാണ് ചെറിയ ചെറിയ ക്യാരക്ടർ ചെയ്തു പോകുന്നത്. അങ്ങനെയുള്ള ആ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും അതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളാണ്. ഏത് സീക്വൻസ് എടുത്ത് പരിശോധിച്ചാലും അത് ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ ഉടനീളം ചെയ്തിട്ടുണ്ട്. സാറാണെങ്കിലും ടോവിനോ സാറാണെങ്കിലും അങ്ങനെ നിരവധി ആളുകൾ അതിനകത്ത് വന്നു പോകുന്നുണ്ട്. അങ്ങനെ വളരെ ഒരു വലിയ ഫ്രെയിമിൽ വന്നിട്ടുള്ള ഒരു വലിയ സിനിമ എന്ന രീതിയിലാണ് പള്ളിക്കപ്പള്ളി തിയേറ്ററിൽ ഇന്ന് വന്നിട്ടുള്ളത്. സിനിമ കാണുന്നത്. ഓക്കെ, താങ്ക് യു.